അനുഗ്രഹ ഭാഷണത്തിനായി ശ്രീ വിശ്വേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ആബ്രഹ്മാണ്ഡപിപീലികാന്തതനുഭിൽ സുജൃംഭമാണസ്ഫുടം ജാഗ്രത്സ്വപ്നസുഷുപ്തിഭാസകതയാ സർവത്രയാ ദിവ്യതി. സാ ദേവീ ജഗദംബികാ ഭഗവതി ശ്രീരാജരാജേശ്വരി ശ്രീവിദ്യാകരുണാനിധി ശുഭകരി ഭൂയാത് സദാ ശ്രേയസേ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രത്യേകിച്ചും ഇവിടെ ഈ കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാവ്യക്തി ശ്യാം, അതേപോലെ തന്നെ ഈ സന്നിഹിതരായിരിക്കുന്ന ഭിന്നശേഷിക്കാരുടെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ വേണു നമ്പൂതിരി, എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ വളരെ സംതൃപ്തി തരുന്ന ദിവസമാണ് എനിക്ക്. കാരണം എൻ്റെ പരമഗുരു, എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം ജീവിച്ചിരുന്ന മണ്ണാണ് പാലക്കാട്. അത് സൂചിപ്പിച്ചു. കൽപ്പാത്തിയിലെ രാമചന്ദ്രയോഗികൾ ഒരു കാലഘട്ടത്തിൽ വിശേഷം മലബാർ മേഖലയിൽ ധാരാളം ശ്രീവിദ്യോപാസനങ്ങളെ സൃഷ്ടിച്ച ഒരു പരമ്പരയാണ് അദ്ദേഹത്തിനുണ്ട്. ആ പരമ്പര വരും തമിഴ്നാട്ടിലാണ് ചിദംബരം നീണ്ടൊരു 15 ഗുരുനാഥന്മാരുടെ പരമ്പര ലിസ്റ്റ് ഇപ്പോൾ അവൈലബിളാണ്. അതിനകത്ത് പാലക്കാട് വന്നു. പാലക്കാട് അത് തപസ് ചെയ്ത് ഒരു ഗുഹയിലാണ് തപസ് ചെയ്തത്. പക്ഷെ എന്നാൽ ഒരു വീട് തന്നെയാണ് ആ സ്ഥലം. നമുക്കറിയാം, നവരാത്രി കാലത്ത് ഇന്ന് അവർ തുറക്കാറുള്ളൂ. ആ പരമ്പരയിൽ അദ്ദേഹം ഉത്തരേന്ത്യയിൽ ധാരാളം യാത്ര ചെയ്തിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഭാഗത്ത് പോയിരുന്നു. അദ്ദേഹത്തിന് ശിഷ്യനായ ഗണപതി നമ്പൂതിരി, കുന്നത്ത് ഗണപതി നമ്പൂതിരി, അദ്ദേഹം ചെറുവത്തൂരിനടുത്ത് കുന്നത്തില്ലമാണ് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു താരപ്പശൻ എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചപ്പാരം എന്നൊരു സ്ഥലമുണ്ട്. കൊട്ടിയൂരിലേക്ക് വാള എഴുന്നള്ളിക്കുന്ന സ്ഥലമാണ്. കൊട്ടിയൂർ ഉത്സവകാലത്ത് പെരുമാളുടെ തൊട്ട് പുറകിലെ വാളറ കാണാം. ആ വാള കൊണ്ട് പൂജിക്കുന്ന സ്ഥലം. അവിടെ സ്ഥിരമായിട്ട് പൂജിച്ച് തപസ് ചെയ്തിരുന്ന വ്യക്തിയാണ് എൻ്റെ ഗുരുനാഥൻ ധാരപ്രശ്നം. അവിടെ സ്ഥാനപ്പേരാണ് ധാരപ്രശ്നം എന്ന് പറയുന്നത്. സ്ഥിരം ഒരു നടത്തണയിലാണ് ചപ്പാരം സപ്തമാതൃപുരം എന്നൊരു ക്ഷേത്രമുണ്ട്. ഏത് ക്ഷേത്രത്തിനെയും തെക്ക് ഭാഗത്ത് നാം 9 ബലികളുടെ കൂടെ തന്നെ ഒരു 9 ചെറിയ കല്ലുകളുള്ള ഒരു പ്രതിഷ്ഠ കാണാം. സപ്തമാതൃക്കളും ഗണപതിയും വീരഭദ്രനുമാണ്. ആ സപ്തമാതൃക്കൾ എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടാകും. സാധാരണ ക്ഷേത്രത്തോട് ചേർന്ന് ചെയ്തുകൊണ്ട് ഭാഗത്തുണ്ടാകും. കൊട്ടിയൂർ ക്ഷേത്രത്തിന് സപ്തമാതൃക്കൾ പ്രതിഷ്ഠിച്ചത് അവിടെ 10 കിലോമീറ്റർ ദൂരെയാണ്.
കാരണം കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് സമുദ്രങ്ങളാണ്. അത്രയും മഹാക്ഷേത്രമാണ്. കാരണം അതിന് അതിർത്തികളില്ല. അതിൻ്റെ പ്രത്യേകത. ആ ക്ഷേത്രത്തിൽ പാരമ്പര്യ പൂജാരിമാരിൽപ്പെട്ട ആളുകളും എൻ്റെ ഗുരുനാഥ പരമ്പര. അപ്പം അങ്ങനെ നീണ്ട പരമ്പരയിലാണ് നമ്മളൊക്കെ. ഞങ്ങൾ വേറെ തൃപ്തി ഇന്ന് വേണുനമ്പൂതിരിവിടെ വന്നു. അദ്ദേഹം ആ രാമചന്ദ്ര യോഗികളുടെ ശിഷ്യൻ പള്ളത്തോറ്, അത് പയ്യന്നൂരാണ് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മാധവജി. മാധവജിയുടെ പ്രഥമ ദീക്ഷയുള്ള ശിഷ്യനാണ് അഴകത്തെ ശാസ്ത്രി നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് വേണുനമ്പൂതിരി. മാത്രമല്ല ആ മാധവിയിൽ നിന്ന് ആദ്യം ദീക്ഷ കൊടുത്തത് ശാസ്ത്രീനാഥ നമ്പൂതിരിപ്പാട്ടാണ്. അഞ്ചാമതായിട്ട് ദീക്ഷ കൊടുത്തത് വാസന്തിക്കാണ്. അപ്പോൾ ഒരേ പരമ്പരയിൽ വന്ന ഒരു 3 പേര് ഇവിടെ ഒന്നിച്ച് വരുന്നു എന്ന് വലിയ കാര്യം, മഹാഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവനിയോഗം തന്നെയാണ്. ഞാൻ കുറേ വർഷങ്ങളായി ഞാനിവിടെ വരാൻ തീരുമാനിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ആദർശം വന്ന് പരിചയപ്പെട്ട സമയം മുതൽ വരാൻ ആഗ്രഹമുണ്ട്. കാരണം ക്ഷേത്രത്തെ കേട്ടു, അവിടുത്തെ ആചാര്യരെ പറ്റി കേട്ടു, ധാരാളം എല്ലാവരും പൂജയും തന്ത്രവും പഠിപ്പിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ കേട്ടു. പിന്നെ അഞ്ചുമൂർത്തി ക്ഷേത്രം കേട്ടപ്പോഴത്തേന് എനിക്കൊന്ന് വരണം ആഗ്രഹമുണ്ട്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നാണ് സന്ദർഭം വേണമല്ലോ. ശരിക്കും പറഞ്ഞാൽ മെനഞ്ഞാന്ന് രാത്രി ഞാൻ തീരുമാനിച്ചെങ്കിൽ വരാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു അബദ്ധം കൊണ്ട് അശ്രദ്ധ കൊണ്ട് എനിക്ക് പരിക്ക് വെച്ചു, മനസ്സിലായില്ല. പക്ഷേ നിർബന്ധം വരണം എന്നൊരു തീവ്രമായ ആഗ്രഹം കൊണ്ട് ഞാൻ നിർബന്ധം പുറപ്പെട്ടു. അപ്പോൾ ഇത് ഒന്നും വലിയ നഷ്ടമല്ല. കാരണം ഈ 5 മൂർത്തികൾ പ്രധാനമുണ്ട്. ശ്രീചക്ര പൂജയിൽ പഞ്ചായതന പൂജ എന്ന സമ്പ്രദായമുണ്ട്. ശങ്കരാചാര്യസ്വാമിയുടെ കാലഘട്ടത്തിന് മുൻപേ പല കാരണങ്ങൾക്കും ഹൈന്ദവമതം പല തട്ടുകളിൽ നിൽക്കുമായിരുന്നു. അന്ന് പ്രധാനമായിട്ട് 6 മതങ്ങളാണ് ഉണ്ടായിരുന്നത്. ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപത്യം, സൗരം, കൗമാരം, 6 ഉണ്ടായിരുന്നു. ഇതിനകത്ത് പല ഭാഗങ്ങളിലും ഈ ശൈവന്മാരും വൈഷ്ണവന്മാരും ശാക്തേയന്മാരും തമ്മിൽ ഭയങ്കര തർക്കങ്ങളും വിതർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ബുദ്ധമതത്തിന് കടന്നുകയറ്റം ഉണ്ടായത്. ആ ബുദ്ധമത കടന്നുകയറ്റം അത് ഹിന്ദുമതത്തെ ശിഥിലമാക്കി. കാരണം ബുദ്ധൻ, ഗൗതമൻ, അദ്ദേഹം രാജവംശത്തിൽ ജനിച്ചു. അദ്ദേഹം രാജ്യഭരണം വിട്ട് ഒഴിഞ്ഞ് തപസ് ചെയ്യാൻ പോയി. ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം ബുദ്ധമതം സ്ഥാപിച്ചു. ബുദ്ധമതം ശരിയായ ശുദ്ധ തന്ത്രത്തിൻ്റെ മതമാണ്. ശുദ്ധമായ തന്ത്രം. ഒരു വൈദിക സമ്പ്രദായം അംഗീകരിക്കില്ല, വേദാന്ത സിദ്ധാന്തങ്ങൾ അംഗീകരിക്കില്ല. വേറൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വേറൊരു താന്ത്രിക മതമാണ് ജൈനമതം. അപ്പോൾ അന്ന് ആദ്യകാലത്ത് 2 വിഭാഗം ഉണ്ടായിരുന്നു, താന്ത്രിക മതവും ഒന്ന് വൈദിക മതവും. അപ്പോൾ ശുദ്ധ വൈദികന്മാർ തന്ത്രത്തെ അംഗീകരിക്കില്ല. ശുദ്ധ വൈദിക സമ്പ്രദായത്തിൽ വേദവും യജ്ഞങ്ങളും മാത്രമേ ഉള്ളൂ. അഗ്നിയിലൂടെ ദേവതയെ ആരാധിക്കുക. വേദങ്ങൾ യഥാർത്ഥത്തിൽ ദേവതാ സങ്കല്പമില്ല, ഈശ്വര സങ്കല്പമേ ഉള്ളൂ. ഈശ്വരൻ്റെ പര്യായമാണ് ദേവതകൾ. ഈശ്വരൻ്റെ ഗുണവിശേഷങ്ങൾ മാത്രമാണ് ദേവതകൾ എൻ്റെ സങ്കല്പത്തിലാണ്. തന്ത്രത്തിൻ്റെ പ്രത്യേകത, തന്ത്രത്തിന് പൗരാണിക കാലത്ത് യജ്ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, വേദമന്ത്രവും ഉണ്ടായിരുന്നില്ല. പൂജ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. പൂജ തന്ത്രമാണ്. അതൊരിക്കലും വൈദികമല്ല, യജ്ഞം ഒരിക്കലും താന്ത്രികവുമല്ല. അപ്പോൾ താന്ത്രിക ഭാരതം ലോകം മുഴുവൻ താന്ത്രിക മതത്തിന് സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്നത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ പഴയ ചക്രവർത്തിമാർ സൗരമതക്കാരായിരുന്നു. ആ സൗരമതത്തിൻ്റെ സ്വസ്തികമാണ് പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചത്. ഒരിക്കലും ക്രിസ്ത്യാനികളെ കുരിശെന്ന് പറയുന്നത് യേശു കുരിശിൽ കുരിച്ച് തടസ്സമല്ല. 3-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റൈൻ ചക്രവർത്തി സൗരമതത്തിൽ നിന്ന് മാറി ക്രിസ്തുമതം സ്വീകരിച്ചു. കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാരണങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കൊടിയുടെ അടയാളം സൗരമതത്തിൻ്റെ സ്വസ്തികം, അത് ക്രിസ്തുമതത്തിൽ കൊടുക്കും. അങ്ങനെയാണ് ക്രിസ്തുമതത്തിൽ കുരിശ് എന്ന രീതി അടയാളം വന്നത്. ക്രൈസ്തവ മതം ഒരുതരം താന്ത്രിക മതം തന്നെയാണ്.
അപ്പം അങ്ങനെ താന്ത്രിക മതം വേറെ, വൈഷ്ണവ മതം വേറെ. ബുദ്ധമതത്തെ കടന്നുകയറ്റത്തെ തുടർന്ന് ഭാരതത്തിലെ സനാതന സംസ്കാരത്തിന് ഇടിവീഴ്ത്തി. ആ സമയത്ത് കേരളത്തിലെ ശങ്കരാചാര്യർ അത് ഉയർന്നു വന്നു. മുൻപോട്ട് ബൗദ്ധമതത്തെ സ്വാധീനം, ബൗദ്ധമതത്തെ മിക്കവാറും തർക്കം കൊണ്ട് കീഴടക്കി, ബുദ്ധിപരമായി കീഴടക്കി. ആ കാലഘട്ടം, ആ ചരിത്രം ഏതോ കാലഘട്ടത്തിൽ വെച്ച് താന്ത്രിക മതം സ്വീകരിച്ച് കുറേ ആളുകൾ വൈദിക മതം കൂടെ സ്വീകരിച്ചു, ഒന്നിച്ചു വന്നു. വൈദികന്മാർ കുറേ പേര് തന്ത്രം സ്വീകരിച്ചു. അതാണ് ഹിന്ദുമതം. വൈദികവും താന്ത്രികവുമായ സമ്പ്രദായങ്ങളെ സമന്വയിപ്പിച്ച സമ്പ്രദായമാണ് യഥാർത്ഥ ഹിന്ദുമതം എന്ന് പറയുന്നത്. ശുദ്ധ വൈദികന്മാർ തന്ത്രം അംഗീകരിക്കില്ല. ആര് സമാജിക്കുക? ശുദ്ധ താന്ത്രികന്മാരാണ്, അല്ല ശുദ്ധ വൈദികന്മാരാണ്. അവരൊരിക്കലും വിഗ്രഹാരാധന അംഗീകരിക്കില്ല. ശുദ്ധതന്ത്രത്തിൻ്റെ ജൈനമതവും ബൗദ്ധമതവും ഒരിക്കലും യജ്ഞങ്ങളെയും വേദങ്ങളെ അംഗീകരിക്കില്ല. അദ്വൈത സിദ്ധാന്തങ്ങൾ അംഗീകരിക്കില്ല, ഒന്നും അംഗീകരിക്കില്ല. അങ്ങനെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ആ താന്ത്രിക മതത്തിൻ്റെ ദൂഷ്യവശങ്ങളെ മാറ്റി ഒന്നിച്ചു കൊണ്ടുവന്ന് അതിലെ അഭിപ്രായത്തെ മാറ്റിയിട്ട് ഇതേ ശങ്കരാചാര്യസ്വാമികൾ ഏകീകരിച്ചു. അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ പദ്ധതിയാണ് പഞ്ചായതന സമ്പ്രദായം എന്ന് പറയുന്ന ആ സമ്പ്രദായം. മധ്യഭാഗത്ത് ത്രിപുരസുന്ദരി, ഈശാനകോണിൽ ശിവൻ, ആഗ്നേയകോണിൽ വിഷ്ണു, അതിൻ്റെ നിർദ്ദികോണിൽ ഗണപതി, വായുകോണിൽ സൂര്യൻ. അതിന് പ്രത്യേകത 5 ദേവന്മാരേ ഉള്ളൂ. കേരളത്തിലെ പല ശ്രീവിദ്യോപാസകന്മാരും സുബ്രഹ്മണ്യ പൂജ കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണ പൂജ തുടങ്ങുക. അങ്ങനെ 6 സമ്പ്രദായം ഒന്നിച്ചു ചേർന്ന് സമന്വയിക്കപ്പെട്ട ഒരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ പഞ്ചായതന പൂജ എന്ന് പറയുന്ന ശ്രീചക്രാരാധന നടന്നിരുന്നത്. ഇപ്പോൾ ശ്രീചക്രാരാധകന്മാർ പലർക്കും ഈ സമ്പ്രദായം അറിയില്ല. ഭാഗ്യത്തിന് മാധവജിയുടെ പരമ്പരയിൽപ്പെട്ട ആളുകൾക്ക് ഇതറിയാം. പഞ്ചായതന പൂജ, അവർ പൂജാക്രമം കൃത്യമായിട്ട് പഞ്ചായതന പൂജയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ശാസ്താവാണ് ഉള്ളത്, പക്ഷേ ആവശ്യമാരെ പറഞ്ഞു ഒരു സൗര ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ് സംഗതി. മിക്കവാറും ശാസ്താവ് സൗരബന്ധമാണ്. സൗര്യനുണ്ട് ഇവിടെ, ശിവനുണ്ട്, വിഷ്ണുണ്ട്, ഗണപതിയുണ്ട്, സൂര്യനുണ്ട്, ത്രിപുരസുന്ദരി. ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ട പ്രത്യക്ഷത്തിൽ കണ്ടാൽ തോന്നുന്നു ഗണപതിക്കാണ് പ്രധാനം തോന്നുന്നു. അങ്ങനെ വരാറുണ്ട്. ഈ മറ്റു മതങ്ങളിൽ പ്രധാനപ്പെട്ട ദേവൻ നിലയ്ക്ക് സങ്കല്പിച്ച് ചുറ്റും മറ്റ് ദേവനെ ആരാധിക്കുന്ന സമ്പ്രദായവുമുണ്ട്. തമിഴ് ബ്രാഹ്മണരുടെ ഇടയിൽ അങ്ങനെ സാധാരണയുണ്ട്. അവർ പഞ്ചായത്തിൽ സ്ഥിരം ആചരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ കുലദേവതയെ മധ്യഭാഗത്ത് സങ്കല്പിച്ച് മറ്റ് ദേവന്മാരെ ചുറ്റും ആരാധിക്കുന്ന ക്രമം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെ പൗരാണികമായ ഒരു ഭാരതീയമായ ആചാര സമ്പ്രദായം അത് അതേപടി സ്ഥിരപ്രതിഷ്ഠയായിട്ടുള്ള സ്ഥലത്ത് വരുന്ന സമയത്ത്, കാരണം അതൊരു പ്രത്യേകത തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതാ മാത്രമാവില്ല ഈ ക്ഷേത്രത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്. ഇടയ്ക്കത് ഒക്കെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. പണ്ടൊരു പക്ഷെ മിക്കവാറും വളരെ വിശാലമായിരിക്കാം. കാരണം ഇവിടെ വന്ന് നോക്കുന്ന സമയം മിക്കവാറും ത്രിപുരസുന്ദരി ആയിരിക്കും മധ്യഭാഗത്തുണ്ടാവുക. അപ്പം അങ്ങനെ നോക്കുന്ന സമയം ക്രമമാത്രം കൃത്യമല്ലെങ്കിൽ പോലും പൗരാണിക കാലത്ത് കൂടുതൽ വിശാലമായ പ്രദേശങ്ങളിൽ കൈവശം ഉണ്ടായിരിക്കാം. നഷ്ടപ്പെട്ടു പോയത് പലതും നഷ്ടപ്പെട്ടതുകൊണ്ട് അത് നഷ്ടപ്പെട്ടതായിരിക്കാം ഒരു സാധ്യത. അപ്പം എന്തായാലും ഈ തരത്തിൽ ഒരു സ്ഥലത്ത് വരാൻ കഴിഞ്ഞു എന്ന് കാര്യം വളരെ സന്തോഷമുണ്ട്. ഇവിടെ വെച്ച് തന്നെ മാധവജിയുടെ പരമ്പരയിൽ വേറെ ആളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. മാത്രമല്ല മാധവജി എന്താണ് സങ്കല്പിച്ചിരുന്നത്. കാരണം താന്ത്രികമായ പൂജകൾ ആർക്കാണ് അവകാശം എന്ന് നോക്കുന്ന സമയത്ത് എല്ലാ തന്ത്രജ്ഞരും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വൈദികമായ ആചരണങ്ങൾ പറ്റാത്തവർക്ക്, അധികാരമില്ലാത്തവർക്ക്, അത് അധികാരത്തെ വ്യക്തി ജന്മം കൊണ്ടല്ല കേട്ടോ, അത് വേറെ അധികാരമില്ലാത്തവർക്ക് എല്ലാവർക്കും താന്ത്രികാധികാരമുണ്ട്, പൂജ ചെയ്യുന്ന അധികാരമുണ്ട്. ഇത് പുതിയ സിദ്ധാന്തമൊന്നുമല്ല, ഭാരതത്തിൽ പഴയ സിദ്ധാന്തമാണത്. കാരണം ഒരു വൈദിക സമ്പ്രദായത്തിൽ വരണമെങ്കിൽ വേദം സ്വരിച്ചു ചൊല്ലി പഠിക്കുന്ന കുട്ടിക്കാലത്ത് ഉപനയനം കഴിഞ്ഞാൽ തുടങ്ങണം. 10, 25, 30 വർഷം കഴിഞ്ഞിട്ടാണ് പൂർത്തിയാവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്ന് പഠിക്കാൻ സമയം ഉണ്ടാവില്ല. ജീവിതത്തിൽ ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിച്ച് അങ്ങനെ മുൻപോട്ട് പോകേണ്ട സമയമാണ്. എല്ലാവർക്കും ഇത് പറ്റില്ല. ഈ നാട് നിലനിൽക്കണമെങ്കിൽ വൈദികന്മാർ മാത്രം പോരല്ലോ.
കൃഷിക്കാർ വേണം, കച്ചവടക്കാർ വേണം, വിവിധ മേഖലയുള്ളവർ വേണം. അവർക്ക് ആത്മാവിൻ്റെ പുരോഗതിക്ക് എന്തുണ്ട്? ആത്മീയമായ അന്വേഷണം നടത്തുന്നവർക്ക് എല്ലാവർക്കും താന്ത്രികാധികാരമുണ്ട്. കാരണം ഏറ്റവും ലളിതമായ സമ്പ്രദായത്തിൽ തന്ത്രം ആചരിക്കാം. നമ്മൾ സാധാരണ കാണാറുണ്ട്. ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ കുലദേവതാചരണം പണ്ട് കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഭാരതത്തിലെ ഏതൊരു കുടുംബം നോക്കിയാലും അവർക്ക് പൗരാണികമായ ഒരു കുലദേവതയുണ്ടാവും. ആ കുലദേവതയ്ക്ക് ആചരണങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ടാവും. പലരോട് നഷ്ടപ്പെട്ടു പോയി. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടക്കാലത്ത് വന്ന ചരിത്രപരമായ 2-3 കാരണങ്ങളെ കൊണ്ട് ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിൻ്റെ ആക്രമണം, ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടം, അത് കഴിഞ്ഞ് വന്ന മലബാർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഭീഷണമായിരുന്ന മാപ്പിള കലാപം, തുടർന്ന് വന്ന ചില നിരീശ്വരവാദപരമായ സംഘടനാ സ്വാധീനങ്ങൾ ഇത് നമ്മൾ നശിച്ചു. ക്ഷേത്രങ്ങൾ കുലദേവതയും സർപ്പക്കാവും അന്ധവിശ്വാസമാണെന്ന് പൊതുവെ ബോധ്യം വന്നു. സമൂഹത്തിൽ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അതിന് കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ മിക്കവാറും എല്ലാവരും കുലദേവത അന്വേഷിച്ചു പോവുകയാണ്. കുലദേവത നശിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബം നശിക്കുന്നു, ഞങ്ങളുടെ സർപ്പക്കാവ് നശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സന്താനങ്ങളില്ല, ഞങ്ങൾ ദോഷങ്ങളുണ്ടെന്ന് പ്രശ്നക്കാരൻ എടുത്തുള്ളൂ. ആ സമയത്ത് പ്രശ്നക്കാരൻ പറയും അത് വീണ്ടും പ്രതിഷ്ഠിക്കണം, വീണ്ടും സ്ഥാപിക്കണം എന്ന് പറയും. വലിയ പ്രശ്നം. പക്ഷേ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്നൊരു കാര്യം, ആ കുലദേവതയെ സ്മരിച്ചുകൊണ്ട് ഒരു വിളക്ക് കൊളുത്തി വെച്ച് ഇന്നൊരു അമ്മമാർ ഒന്നിച്ച് ദേവി മഹാത്മ്യം ജപിച്ചു. ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമോ കേവലം നാമം ജപിച്ചാൽ രക്ഷപ്പെടുന്നത് യാതൊരു സംശയമില്ല. അതൊരു താന്ത്രികമായ സമ്പ്രദായമാണ്. വിളക്ക് കൊളുത്തി അതിന് മുൻപിൽ നാമം ജപിക്കും. ദേവി മഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദോഷങ്ങൾ വന്നാൽ അതിന് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ട് ഒരു വിളക്ക് കൊളുത്തി വെച്ച് അതിൻ്റെ മുൻപിൽ ശുദ്ധമായിരുന്ന് ദേവി മഹാത്മ്യം ജപിച്ചാൽ നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉറപ്പാണ്. ഇതൊരു തന്ത്രമാണ്. ആ തന്ത്രം എൻ്റെ പ്രത്യേകിച്ച് വല്ലൊന്നും വേണം, മനസ്സിൽ ഭക്തി മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ തന്ത്രം വ്യാപകമാണ്. താന്ത്രികാധ്യത എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇടക്കാലത്ത് വന്ന അന്ധവിശ്വാസം കൊണ്ട് എല്ലാവർക്കും പൂജ ചെയ്യാൻ പാടില്ല, സ്ത്രീകൾക്ക് പൂജ ചെയ്യാൻ പാടില്ല എന്നൊക്കെ വന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്പൂതിരി ഇല്ലങ്ങളിൽ അവിടെ കുലദേവതയ്ക്ക് പൂജയുണ്ടാവും. ആ പൂജയിൽ അന്നത്തെ ആ ബ്രാഹ്മണൻ അവിടെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്നിയോ വീട്ടുകാരോ വീട്ടിലെ സ്ത്രീകളോ വന്നിട്ടാണ് ഒരു വെച്ച് നമസ്കാരം ചെയ്യുക. ഫലമുണ്ട്. അപ്പോൾ സ്ത്രീകൾ പൂജയിൽ അന്യമൊന്നുമല്ല, പൂജ ചെയ്തിരുന്നു ധാരാളം. അങ്ങനെ തന്ത്രം എല്ലാവർക്കും ഉണ്ട്, താന്ത്രികാധ്യ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇടക്കാലത്ത് കാലം മുൻപോട്ട് പോയ സമയത്ത് പല കാരണങ്ങളെ കൊണ്ട്, അത് ആരെയും പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ പ്രത്യേകിച്ച് കുഴപ്പം കൊണ്ടല്ല, പല കാരണങ്ങളെ കൊണ്ട് ഇത് അന്യമായിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ ഹൈന്ദവ സമൂഹം രക്ഷപ്പെടുള്ളൂ എന്ന് ദീർഘവീക്ഷണം ചെയ്ത മഹത് വ്യക്തിയാണ് മാധവജി. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമാണ് കേരളത്തിലെ തന്ത്രം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള കാര്യം. നഷ്ടപ്പെട്ടത് താന്ത്രിക സമ്പത്ത് തിരിച്ചു കൊണ്ടുവരിക. അദ്ദേഹം ജീവിതത്തിൽ ഹിന്ദു മതത്തിൻ്റെ സാമൂഹികമായ സംഘടനാപര പ്രവർത്തനമാണെങ്കിൽ പോലും അതിനെ കൂടെ തന്നെ അദ്ദേഹം ജീവിതം ഓരോ ഗ്രാമങ്ങളിലും പ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ പൗരാണിക താന്ത്രിക കുടുംബങ്ങളെ പോയി കണ്ടുപിടിച്ച് അവരെ ബന്ധപ്പെട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വളരെ സാധാരണക്കാരായ ആളുകൾ വരെ അവരെ പോയി കണ്ടെത്തി അവർ പൂർവികന്മാർ സമ്പാദിച്ച് വെച്ചൊരു സമ്പത്ത് എന്താണെന്ന് അറിഞ്ഞ് അതിനെപ്പറ്റി ഗവേഷണം ചെയ്യുകയും അടുത്ത തലമുറയ്ക്ക് മാർഗനിർദ്ദേശം നൽകി ചെയ്ത് മഹത്വം തന്ത്രാധിപതി ആരംഭിച്ചു. കാരണം തന്ത്രം ക്ഷയിച്ചു തുടങ്ങിയ കാലഘട്ടമായിരുന്നു. കാരണം തന്ത്രം പഠിച്ചാൽ പൂജ കിട്ടില്ല, സമൂഹത്തിൽ വരികയില്ല, അങ്ങനെ കാലഘട്ടത്തിലാണ് തന്ത്രവിദ്യ ആരംഭിച്ചത്. തന്ത്രി കുടുംബങ്ങൾ മാത്രം സ്വകാര്യമായി വെച്ചിരുന്ന താന്ത്രിക സമ്പ്രദായം അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് സമാവർത്തനം കഴിഞ്ഞ എല്ലാവർക്കും തന്ത്രികാധികാരം എല്ലാവർക്കും തന്ത്രവിദ്യാപീഠം ആരംഭിച്ചു. ഒരു നല്ല മാറ്റം. ഈ മാറ്റത്തിൻ്റെ സ്വഭാവം നമുക്കറിയില്ല. കാരണം തന്ത്രി കുടുംബങ്ങൾ മാത്രമാണ് താന്ത്രിക പാരമ്പര്യം ഉണ്ടായിരുന്നത്. പക്ഷെ സാധാരണ നമ്പൂതിരിമാർക്കും പാരമ്പര്യം ഉണ്ടായിരുന്നില്ല, ആ താന്ത്രികരെ അംഗീകരിച്ചിരുന്നില്ല. അത് ശരിക്കും തന്ത്രവിദ്യാപീഠത്തിലൂടെ ആണ് മുൻപോട്ട് വന്നത്.
അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമായിരുന്നു ആചാരാനുഷ്ഠാനങ്ങൾ പുനരുദ്ധരിക്കണം. അപ്പോൾ അദ്ദേഹം ആ ലക്ഷ്യം മിക്കവാറും തന്ത്രത്തിൻ്റെ ലക്ഷ്യം മിക്കവാറും സാധിച്ചു, മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ തന്ത്രവിദ്യയോട് സ്ഥാപിച്ച് അവിടുത്തെ ആദ്യത്തെ വിദ്യാർത്ഥിയും ആദ്യത്തെ അധ്യാപകനുമായിരുന്നു അകലത്തെ ശാസ്ത്രജ്ഞൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം മാധവജിയുടെ നേതൃത്വത്തിൽ കോഴിക്കോടും ആലുവയിൽ അദ്വൈതാശ്രമത്തിലും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും 2-3 പ്രാവശ്യം അബ്രാഹ്മണരായ ആളുകൾ പൂജ പരിശീലനം നടത്തി. കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ചാതുർമാസ്യം നടന്ന സമയത്ത് ഇവിടെ കേരളത്തിലെ ആചരണങ്ങൾ ഏകീകരിക്കണമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞ നമ്പൂതിരിപ്പാട് മുൻകൈയെടുത്ത് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ശ്രീനാരായണ ഗുരുവിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. ആലുവ അദ്വൈതാശ്രമത്തിലും 2-3 പഠനശിബിരങ്ങളുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങിയ ആളുകളാണ്, ആ ക്ലാസ് പൂർത്തിയാക്കി പുറത്തു വന്ന ആളുകളാണ് ഇന്ന് കേരള ഗവൺമെൻറ് PSC പരീക്ഷയിലൂടെ പരീക്ഷയിൽ വിജയിച്ച് തിരുവനന്തപുരം പല ക്ഷേത്രങ്ങളിലും ശാന്തിക്കാരായി മാറിയത്. അത് ആ നിയമനം ആദ്യമേ വന്ന സമയത്ത് ഞങ്ങളാണ് ഈ മാറ്റം കൊണ്ടുവന്നത് എന്ന് ചില ആളുകൾ അവകാശപ്പെട്ടു. സത്യത്തിൽ മാറ്റം കൊണ്ടുവന്ന പ്രചോദനം മാധവജിയും ശാസ്ത്രജ്ഞ നമ്പൂതിരിപ്പാടുമാണ്. കാരണം അവർ പഠിപ്പിച്ച ശാന്തിക്കാരും അവരുടെ ശിഷ്യന്മാരുമാണ് ഈ PSC പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയത്. പരീക്ഷയിൽ വിജയിക്കണേ പഠിക്കണ്ടേ? ആരെ പഠിപ്പിച്ചെന്നല്ല പ്രാധാന്യം, ആരാണ് പ്രേരണ കൊടുത്തല്ല പ്രാധാന്യം. അപ്പോൾ ശരി, മാധവജിയുടെയും മാധവജിയുടെ വലം കഴിഞ്ഞ ശാസ്ത്രജ്ഞ നമ്പൂതിരിപ്പാടിൻ്റെയും ഒരു വളരെ സ്വദേശകരമായിരിക്കുന്ന ദീർഘവിഷയത്തിൻ്റെ പ്രവർത്തനമാണ് ഇന്ന് അബ്രാഹ്മണത്തിന് പൂജിക്കാൻ കഴിയും. ഇന്ന് ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. എല്ലാവരും പൂജ ഇരിക്കുന്ന 1-2 സ്ഥാപനങ്ങളൊന്നും ഇഷ്ടംപോലെ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം വേറെ സങ്കല്പമായിരുന്നു, ആചരണങ്ങളാണ് മതത്തിൻ്റെ അടിസ്ഥാനം, ആധ്യാത്മികതയല്ല. ആധ്യാത്മിക എല്ലാവർക്കും ഒരുപോലെയാണ്. ഇന്ന മതത്തിൽ വിശ്വസിക്കണമെന്നില്ല. രാമകൃഷ്ണാശ്രമം പണ്ടൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. സിദ്ധാർത്ഥാനന്ദ സ്വാമിജി ഒരു ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തു. സാധകൻ്റെ സഞ്ചാരം എന്നാണ് അതിൻ്റെ പേര്. ഒരു സാധകൻ്റെ സഞ്ചാരമാണത്. നോക്കണം, സിദ്ധാർത്ഥാനന്ദ സ്വാമിജി ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് രാമകൃഷ്ണ മഠം. ആ പുസ്തകം ആരുടേതാണെന്നറിയോ? റഷ്യക്കാരനായ ഒരു ക്രിസ്ത്യൻ സാധകൻ്റെ. ബൈബിളിലെ ഒരു വാക്യമുണ്ട്, നിരന്തരമായി പ്രാർത്ഥിക്കുകയും. അപ്പോൾ സാധാരണ ക്രിസ്ത്യാനികളുടെ സ്വഭാവം എന്താ? ഒരാൾ പറയും നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ, എല്ലാവരും എന്ത് പറയും? നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ. എന്താണ് ഈ പ്രാർത്ഥന എന്ന് അർത്ഥം ആരും അന്വേഷിച്ചില്ല. ഒരു റഷ്യക്കാരനായ സാധകൻ, ഒരു ക്രിസ്ത്യാനി, ഇത് അന്വേഷിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയാണ് പുസ്തകത്തിലുള്ളത്. അദ്ദേഹം അത് കണ്ടുപിടിച്ച് ഫിലോകാൽപ്പി എന്ന വേറെ ക്രിസ്ത്യൻ ഗ്രന്ഥത്തിൽ ഇതിന് വിശദീകരണം അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം ഒരു ഗ്രാമത്തിലുള്ള ഒരു സന്യാസി, ക്രിസ്ത്യൻ സന്യാസി, ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹം ആ പുസ്തകം ഫോളോ ചെയ്ത് എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം ചെയ്തു. ആ സമയം അദ്ദേഹത്തിൻ്റെ മാറ്റമാണ് ആ പുസ്തകത്തിലുള്ളത്. അദ്ദേഹത്തിൻ്റെ എവല്യൂഷൻ മാറ്റമാണത്. ഇത് നമുക്ക് പുസ്തകമൊന്നും കാരണം നാമം ജപിച്ചാൽ കിട്ടുന്ന അനുഭവമാണത്. കാരണം നമ്മൾ നാമം ജപിക്കാൻ എന്താ ചെയ്യുക? നമശിവായ 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 ജപിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. പക്ഷെ അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഹിന്ദുക്കൾ അനുവർത്തിക്കുന്നു. പക്ഷെ ഇത്രയും മഹത്തായ ഒരു കാര്യമാണെന്ന് നമുക്ക് അനുഭവിക്കാൻ, നമ്മൾ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും, നാമം ജപിച്ചാൽ, കൃത്യമായിട്ട് നാമം ജപിച്ചാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന പരിവർത്തനം, ആത്മവിശ്വാസം നമുക്ക് അനുഭവിക്കാമെന്നാണ്. ഇതന്നെയല്ല പറഞ്ഞത്. അപ്പം ആത്മീയമായ വികാസത്തിന്, ആധ്യാത്മികതയ്ക്ക് മതം പ്രദേശമൊന്നും പ്രശ്നമില്ല. പക്ഷേ മതം വേറിട്ട് നിർത്തുന്നത് എന്താ? ആചരണമാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായി, ഞാൻ ചോറ് നടത്തുന്നു, ജാതകർമ്മം നടത്തുന്നു, നാമകരണം ചെയ്യുന്നു, വിദ്യാരംഭം നടത്തുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ക്രിസ്ത്യാനിയും മുസ്ലിമും വ്യത്യാസമുണ്ട്. അങ്ങനെ അവരങ്ങനെ ചെയ്യുന്നില്ല. അവരുടെ രീതിയിലാണ് അത് ചെയ്യുന്നത്. അത് അവരുടെ രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സേ മാധവി മതത്തിൻ്റെ നാശത്തിന് കാരണം, ഹിന്ദു മതത്തിന് അപച്ചുണ്ടാകാൻ കാരണം ആധ്യാത്മികതയുടെ കുറവല്ല. ഹിന്ദു മതത്തിൽ ആരും പുറത്തേക്ക് പോകുന്ന ആധ്യാത്മികത പോരാഞ്ഞിട്ടുകൊണ്ടല്ല.
ആത്മീയമായ വികാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഹിന്ദുമതത്തെ പുറത്തേക്ക് പോയിട്ടില്ല. മറ്റു പല ഭൗതിക കാരണങ്ങളാണ്. പക്ഷെ ഹിന്ദുമതം അധപതനമുണ്ട്. ഇതിന് കാരണം ആചരണങ്ങളുടെ അഭാവമാണ്. ആചരണം നഷ്ടപ്പെട്ടു. വിവാഹം ഉന്നതമായൊരു ചടങ്ങാണ്. കാരണം എത്ര അര്യസ്തു പൂജ്യന്തേ രമന്തേസ്തത്ര ദേവത. എവിടെയാണ് സ്ത്രീയെ പൂജിക്കുന്നത് അവിടെ ദേവതകൾ കളിയാടുന്നു. സ്ത്രീയെ ആരാധിക്കുന്ന 2 സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹിന്ദുമതത്തിന് ആചരണങ്ങൾ 2 സന്ദർഭമുണ്ട്. ഒന്ന് വിവാഹമാണ്. വിവാഹ സമയത്ത് വധുവിനെ വരൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന ചടങ്ങിൻ്റെ പേര് കുടിവെപ്പ് എന്നാണ്. അത് യഥാർത്ഥത്തിൻ്റെ പേര് കുടിവെപ്പാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആ കുലദേവതയെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിൻ്റെ പേര് പ്രതിഷ്ഠാനമല്ല, കുടിവെപ്പ് എന്നാണ് പറയാറ് വേണ്ടി. അപ്പോൾ ഒരു കുലദേവതയെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിൻ്റെ പേരും കുടിവെപ്പ് എന്നാണ്. ഒരു സ്ത്രീയെ വരൻ്റെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് പടിഞ്ഞാറ്റിൽ കൊണ്ടുപോയി ഇരുത്തുന്ന ചടങ്ങിൻ്റെ പേരും കുടിവെപ്പ്. ആ സമയത്ത് ചടങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? വധുവിനെ സ്വീകരിക്കുന്ന എങ്ങനെയാണ്? ആരതി ഒഴിഞ്ഞു അഷ്ടമംഗലം എടുത്ത് വിളക്ക് കൊണ്ട് പണ്ട് കാലത്ത് ചടങ്ങ് ഇപ്പം നഷ്ടപ്പെട്ടു വേണം മിക്കാറ്. ഒരു കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ആരതി ഒഴിഞ്ഞു. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ അകത്ത് കൊണ്ടുപോയിട്ട് പടിഞ്ഞാറ്റയിൽ കൊടിയിരുത്തും. പടിഞ്ഞാറ്റയിൽ ഇരിക്കുന്നത് പുറത്തല്ല, ഇപ്പോഴാണ് ബെഡ്റൂമിൽ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ കൊണ്ടുപോയിരുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് അവിടെ ആരതി ഒഴിയും, ഒരു ചെറിയ പൂജ. എന്നിട്ട് പാലും പഴം കൊടുക്കുന്നത് എന്താണെയോ ഒരു നിവേദ്യമാണ്. കാരണം വധുവിനും വരനും കൂടെ നിവേദ്യമാണ് പാലും പഴവും കൊടുക്കുന്നത്. ഒരു ചെറിയ ആചാരമാണ്, പക്ഷെ അത് ഈശ്വരീയമാണ്. അതിന് പ്രത്യേകത. അപ്പം അതാണ് ആചാരം. ആ സമയത്ത് സ്ത്രീയെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നഷ്ടപ്പെട്ടു. ഇന്ന് പലപ്പോഴും വിവാഹവേദിയിൽ പോകാൻ നിവൃത്തിയില്ല. ഇവിടെ എങ്ങനെയൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മോശമാണ്. അവർ പോകാറില്ല. കാരണം എന്താ? സ്ത്രീയെ അപമാനിക്കുന്ന ചടങ്ങാണ് വിവാഹം. സ്ത്രീ ബഹുമാനിക്കുന്ന ചടങ്ങല്ല. സ്ത്രീ എത്ര അര്യസ്തു പൂജന്ത എന്നത് നടപ്പിലാക്കുന്ന വിവാഹ സംസ്കാരം അസഭ്യമായി പാടും. ഇത് അശ്ലീലം ചെയ്യുന്ന പോലെ ഇപ്പോഴത്തെ അവസ്ഥ. കൂക്കി ബഹളം വെച്ച് ഭയങ്കര പ്രശ്നം. ഇത് മാറണ്ടേ? ആ ആദർശം തിരിച്ചു കൊണ്ടുവരണ്ടേ? വിവാഹത്തിന് ഉത്തരവാദിത്വം, വിവാഹത്തിന് ധർമ്മം എന്താണ് മനസ്സിലാക്കണ്ടേ? എല്ലാവരുടെ ഉള്ളിലും ഈശ്വര ചൈതന്യമുണ്ട്. സ്ത്രീയുടെ ഉള്ളിലുള്ള ചൈതന്യം ശക്തിയാണ്, പുരുഷൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ശിവനാണ്. വിവാഹം എന്ന് പറഞ്ഞ് കേവലം 2 വ്യക്തികൾ തമ്മിലല്ല, 2 കുടുംബങ്ങളുടെ ബന്ധമല്ല, ശിവനും ശക്തിയും തമ്മിൽ സംയോഗമാണ് വിവാഹം എന്ന് പറയുന്നത്. എത്ര ഉന്നത സങ്കല്പത്തിന് പിന്നിലുണ്ട്. മന്ത്രസഹിതമായിട്ട് സപ്തപതിയോടുകൂടെ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം ചെയ്യും. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്, വളരെ ഉദ്ദേശമുണ്ട്. അടുത്ത തലമുറയെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഇത്ര ഉന്നതമായ സംസ്കാരം തകർന്ന് എന്താണ് ലക്ഷ്യം എന്ന് പോലും അറിയാതെ വിവാഹം ചെയ്യുന്നവർ ഞങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താ അറിയാതെ കാര്യം നടക്കണം. സ്ത്രീയെ രണ്ടാമത് പൂജിക്കുന്ന അത് ഞാൻ സന്ദർഭമായി പറയാം. രണ്ടാമതായിട്ട് പൂജിക്കുന്ന വേറൊരു സന്ദർഭമുണ്ട്. വളരെ രസകരമായി ചിന്തിച്ച് നോക്കിയാൽ. കാരണം ശബരിമലയിലെ സ്ത്രീകളെ കയറ്റുന്നില്ല, വലിയ വിവാദമായി കൊണ്ടുവന്നു. കൃത്യമായിട്ട് മറുപടി പറയാൻ നമ്മുടെ ആൾക്കാർക്കും പറ്റിയില്ല. എന്താ കാരണം? ഇവിടുത്തെ അമ്മമാർക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് കാലത്ത് പ്രഥമ പുഷ്പിണിയാവുന്ന സമയത്ത് അവരെങ്ങനെ ഇരുത്തിയിരുന്നത്? വെള്ളയും കരിമ്പടും വിരിച്ചിരുത്തിയിരുന്നു. അവിടെ വിളക്ക് കൊടുത്ത് വെച്ചിരുന്നു, നിറമറ വെച്ചിരുന്നു. ആ പുഷ്പിണിയുടെ കയ്യിൽ വാൽക്കണ്ണാടി കൊടുത്തിരുന്നു. വാൽക്കണ്ണാടിയുടെ പ്രത്യേകത എന്താണ്? സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ആരാധിക്കാൻ ആവാഹിക്കേണ്ട, അത് വിഷ്ണു തന്നെയാണ്. ഇതേപോലെ വാൽക്കണ്ണാടിയിൽ ദേവി ആരാധിക്കാൻ ആവാഹിക്കേണ്ട, അത് ദേവിയാണ്. അത്രയും പവിത്രമായത്. പണ്ട് കാലത്ത് അറകളിൽ വെച്ചിരുന്ന വാൽക്കണ്ണാടിയാണ് ആ കുട്ടിയെ കൈ കൊടുത്തിരുന്നത്. അശുദ്ധമാണെങ്കിൽ ചെയ്യോ? ഒരു ദേവി വന്നിരുന്നാൽ എങ്ങനെയാണ് സ്വീകരിക്കുക? വെള്ളയും കരിമ്പടവും വിരിച്ചിരുന്നത് അതുകൊണ്ടാണ്, നിറവറ വയ്ക്കുന്നത് അതുകൊണ്ടാണ്, വിളക്ക് കൊടുത്തു വയ്ക്കുന്നത് അതുകൊണ്ടാണ്, ഭദ്രദീപം കൊടുത്തു വയ്ക്കുന്നത് അതുകൊണ്ടാണ്. അത്രയും പവിത്രമാക്കി കരുതരുത്. ഇടക്കാലത്ത് വന്ന അപചയം കൊണ്ട്, പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ട്, നമ്മുടെ അന്ധവിശ്വാസം കൊണ്ട് അത് അശുദ്ധമായി മാറി. ഇതാണ് പ്രശ്നം. അതിൻ്റെ ശാരീരികമായ അശുദ്ധികളുണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ ചടങ്ങിൻ്റെ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കി.
അതും സ്ത്രീയെ പൂജിക്കുന്നതാണ്. എത്ര ഒരു സ്ത്രീ പൂർണ്ണതയാണ് ഈശ്വരൻ. ഒരു പെൺകുട്ടി പൂർണ്ണത നേടുന്ന സമയത്ത് അതിനെ ആരാധിക്കുന്നത് ഈശ്വരനെ ആരാധിക്കലാണ്. ആ ആചരണം ഒന്നും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ന് പൊതുവെ സ്ത്രീകൾക്ക് ഒരു എന്താ പറയുക, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാണ്. ഞാൻ എന്താ അബദ്ധം പറ്റിപ്പോയി എന്ന മറ്റാണ് പറയാം. അത് നല്ല ആ സങ്കല്പം കൊടുക്കണ്ടേ? ആചരണം പഠിക്കണം. മാത്രമല്ല വിദ്യാരംഭം. ഈ വിദ്യാരംഭം വളരെ ഉണ്ടെന്ന് ചടങ്ങ്. കാരണം ഒരു മനുഷ്യന്, ഹിന്ദുവിന് എല്ലാവർക്കും മന്ത്രോപദേശമുണ്ട്. ആദ്യത്തെ മന്ത്രോപദേശം നാമകരണമാണ്. ചെവിയിൽ ഒരു ഈശ്വരീയമായ ഒരു ഗുണം ചെവിയിൽ ഓതിക്കൊടുക്കുന്നു. ആദ്യത്തെ മന്ത്രോപദേശമാണത്. രണ്ടാമത്തെ മന്ത്രോപദേശമാണ് വിദ്യാരംഭം. ഈ പ്രപഞ്ചത്തിൽ അമന്ത്രമക്ഷരം നാസ്തി, മന്ത്രമില്ലാത്ത അക്ഷരമില്ല. കാരണം മന്ത്രശാസ്ത്രത്തിൽ അടിത്തറ അക്ഷരങ്ങളാണ്. അത് പ്രപഞ്ച ചൈതന്യവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രം അതിന് പിന്നിലുണ്ട്. ഈ അക്ഷരങ്ങൾ പലതും ചേർന്നാണ് മന്ത്രങ്ങൾ ഉണ്ടാകുന്നത്. മാതൃകാ സരസ്വതിയുടെ മൂലമന്ത്രം 51 അക്ഷരങ്ങളാണ്. സരസ്വതിയുടെ മൂലമന്ത്രമാണത്. ഈ 51 അക്ഷരങ്ങളാണ് ശിരസിൽ അക്ഷരം തൊട്ടുകൊണ്ട് ശിരസിൽ വെച്ച് ഗുരുനാചാര്യൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ അക്ഷരം മുഴുവൻ വന്നാൽ ഏത് മന്ത്രവും ജപിക്കാൻ സത്യത്തിലൊക്കെ അവകാശമുണ്ട്. പക്ഷെ ക്രമം അത് പോരാ. എന്നാൽ പോലും 51 അക്ഷരങ്ങളുടെ അപ്പുറത്ത് ഒരക്ഷരമുള്ള മന്ത്രമില്ല. അതിൻ്റെ വിത്താണത്. പ്രപഞ്ചത്തിൻ്റെ വിത്താണ് അക്ഷരം. അതുകൊണ്ട് രണ്ടാമത്തെ മന്ത്രോപദേശം വിദ്യാരംഭം. ഇന്നാരാ ചെയ്യുന്നത്? ഒരു ക്രമമില്ല. ഇങ്ങനെ ഓരോ ചടങ്ങ് നോക്കിയാലും ഒരു വിദ്യാലയത്തിൽ പോയാൽ അന്ന് ഗുരുവാൾ ചേരുന്ന സമയത്ത് ആദ്യം കൊടുക്കുന്നത് ഗായത്രി മന്ത്രമാണ്. ജാതി നോക്കാറില്ല. സത്യകാമനോട് ഗൗതമ മഹർഷി പറഞ്ഞത് ഇനി ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ചമ്മത കൊണ്ടുവരൂ, ഞാൻ ഉപനിക്കാം എന്നാണ് പറയുന്നത്. കാരണം സത്യകാമൻ സത്യം പറഞ്ഞു. അത് ഗൗതമ മഹർഷി പ്രഖ്യാപിച്ചു, സത്യം പറയുന്നതാണ് ബ്രാഹ്മണൻ. ഇതൊരു ഉന്നതമായ കാര്യ സങ്കല്പമാണത്. അപ്പം ആ രീതിയിൽ ആചരണങ്ങൾക്ക് മുഴുവൻ പ്രാധാന്യമുണ്ട്. ശ്രാദ്ധത്തിനും ശവസംസ്കാരത്തിനും എല്ലാം ഓരോ പ്രാധാന്യമുണ്ട്. അത് നഷ്ടപ്പെട്ടതാണ് ഹിന്ദു മതത്തിന് അപചയം ഉണ്ടാകാൻ കാരണം. മാധവജി അത് പുനരുദ്ധീകരിക്കാൻ ഒരു ശ്രമം നടത്തി. അത് വിപ്ലവത്തിലൂടെയല്ല. കേരളത്തിൽ മഹാത്മാഗാന്ധിജി ഒരിക്കൽ വന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ്. അദ്ദേഹം അന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ, അദ്ദേഹം അനുയായികൾ കൊടുത്ത നിർദ്ദേശങ്ങൾ, ഒരിക്കലും സംഘർഷം ഉണ്ടാക്കരുത്, സംഘർഷത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ അത് സംഘർഷം മാത്രമല്ല, പല പ്രശ്നങ്ങളുണ്ടായി. തൻ്റെ സ്വന്തം അനുയായികൾ അദ്ദേഹം പറഞ്ഞ് വേണ്ടവർ കേൾക്കാത്തതുകൊണ്ട് അദ്ദേഹം ശരി നിരാശയായിട്ട് തിരിച്ചു. കാരണം അന്ന് സമന്വയം നടന്നില്ല. ഗാന്ധിജിക്ക് പോലും കേരളത്തിലെ മതവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങളെ സമന്വയിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം പരാജയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികൾക്കൊന്നും അത് ചെയ്യില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു മറ്റ് മതങ്ങളിലുള്ളവരെ ഇതിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ പഞ്ചാബ് സിഖുകാരെ വരെ ഒന്ന് സമരം ചെയ്തവിടെ. സിഖുകാരാണ് വൈക്കം സത്യാഗ്രഹം സമരം ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടായി കൊടുത്തത്. മഹാത്മാഗാന്ധി എതിർത്തു, പാടില്ല. കേരളത്തിലെ ഹൈന്ദവ സമാജത്തിലുള്ള മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അദ്ദേഹത്തെ വാക്കുകൾ പോലും അവർ കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹം പരാജയപ്പെട്ടു. ആ സ്ഥലത്ത് മാധവജി ഈ മാറ്റങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കിയില്ല. അബ്രാഹ്മണരും ബ്രാഹ്മണരുമായിരുന്ന പണ്ഡിതന്മാരെ, വൈദിക ബ്രാഹ്മണരെ മുഴുവൻ ഒരേ വേദിയിൽ കൊണ്ടുവന്ന് അവർ പ്രഖ്യാപിച്ചു പാനീയം വിളംബരം വേണം, സംസ്കാരക്രിയകൾ എല്ലാവരുടെ അവകാശമുണ്ട്, ആ സംസ്കാരക്രിയകൾ ബ്രാഹ്മണനായി മാറാം, ബ്രാഹ്മണൻ ജാതിയല്ല ബ്രാഹ്മണനായിട്ട് മാറാം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. നിർഭാഗ്യവശം മുന്നോട്ട് പോയില്ല. അത് നിർഭാഗ്യം. അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ മാത്രമുള്ള സമയം കിട്ടിയില്ല. അത് മുൻപോട്ട് കൊണ്ടുവന്ന് ശ്രമിക്കുന്ന ഈ ക്ഷേത്രത്തിൽ അത് ഈ ആശയം മുൻപോട്ട് കൊണ്ട് പ്രായോഗികമായിട്ട് ചെയ്താൽ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് 80 അദ്ദേഹം മരിച്ച ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സങ്കല്പം സാക്ഷാത്കരിക്കുന്ന ഇവിടെ ഇന്ന് വരാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്.
അതിന് മാധവ് വിചാരിച്ച് മുന്നോട്ട് പോകട്ടെ. സംസ്കാരത്തിൽ എല്ലാവർക്കും തിരിച്ചുകൊണ്ട് വരണം. ഈ എല്ലാവർക്കും പൂജാരിയാവാം എന്നല്ല മാധവജി പറഞ്ഞത്. സംസ്കാരക്രിയകൾ സംസ്കരിക്കപ്പെട്ട മുഴുവൻ ആൾക്ക് പൂജ ചെയ്യാൻ അവകാശമുണ്ട്. ഇപ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, എല്ലാവരും പൂജാരിമാരാക്കണം മാധവജി പറഞ്ഞു. അങ്ങനെയല്ല. കാരണം മാധവജി പറഞ്ഞത് കേരളത്തിൻ്റെ രീതി അനുസരിച്ച് സംസ്കാരങ്ങൾ ചെയ്ത്, ഷോഡശ സംസ്കാരങ്ങൾ പ്രധാനപ്പെട്ട ക്രിയകൾ ചെയ്ത് അവർക്ക് പൂജാരിമാരാണ്. താന്ത്രികാധികാരം എല്ലാവർക്കും ഉണ്ട്, താന്ത്രിക ഒരാൾക്ക് മാത്രമൊന്നുമല്ല. അതുപോലെ എല്ലാവർക്കും ബ്രാഹ്മണനാവാം. നമ്മുടെ ഈ അടിസ്ഥാന ചിട്ടകളൊന്നാണ് ആർക്കും ബ്രാഹ്മണനാവാം. അതേ സങ്കല്പത്തെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയ ഈ അഞ്ചുമൂർത്തി ക്ഷേത്ര പരിസരം വരാൻ കഴിയുന്ന സന്തോഷമുണ്ട്. ഈ പറഞ്ഞ മുന്നോട്ട് ശക്തമായി മുമ്പോട്ട് പോകട്ടെ. ഇവിടുത്തെ ഭക്തങ്ങൾ ഏറ്റെടുക്കണം. മാറ്റം വരേണ്ടത് നമ്മുടെ കുടുംബങ്ങളെന്നാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങൾ പറയുക മറ്റുള്ളവർ ആഹ്വാനം ചെയ്യും, തൻ്റെ കുടുംബത്തിലാണെന്നുണ്ടാകില്ല. പക്ഷേ ഹൈന്ദവ സമയം മാറ്റം തുടങ്ങേണ്ടത് ഓരോരുത്തരും അവരെ ഉള്ളിൽ നിന്ന്, അവരെ കുടുംബങ്ങളിൽ നിന്ന്. അതുകൊണ്ട് സംസ്കാരക്രിയകൾ, ഈ തരം ആരാധനാക്രമങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരികയും നമ്മുടെ ചുറ്റുപാട് സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി മുദ്രാവാക്യങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ആചരണങ്ങളിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പാണ്. അത് കാണിച്ചു തന്ന സ്ഥലം എന്നുള്ളതിലേക്ക് മാധവജിയുടെ സങ്കല്പം നടപ്പിലാക്കാൻ കഴിഞ്ഞ ഈ സമയത്ത് മാധവജിയോട് ബന്ധപ്പെട്ട ശിഷ്യപരമ്പരപ്പെട്ട ആളുകൾ ഇവിടെ വാങ്ങാൻ കഴിഞ്ഞു. അതൊരു നിയോഗമാണ്. ശക്തമായി പ്രസ്ഥാനം മുൻപോട്ട് പോകട്ടെ. അതിലിവിടുത്തെ ത്രിപുരസുന്ദരിയും മഹാവിഷ്ണുവും ശിവനും ഗണപതിയും ഇവിടുത്തെ ശാസ്താവും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗുരുപരമ്പര, ഭാരതത്തിലെ ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസ്താവിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി വിശ്വല അവിടുത്തെ അനുഗ്രഹവാണികൾക്ക്. ഇത്രയും സാംസ്കാരിക വേദികൾ ഓരോ മംഗളാവസരങ്ങളിലും ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു തന്ന ഏക ആള് വിശ്വേട്ടനാണ്. വളരെ വളരെ സന്തോഷമുണ്ട്.